നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സൗദി സൂപ്പർ കപ്പിൽ ഇന്നലെ അൽ നസർ അൽ ഇത്തിഹാദിനെ 2-1 പരാജയപ്പെടുത്തിയല്ലോ. ആ കളിയിൽ മുഹമ്മദ് സിബാക്കിനൊപ്പം അൽ നസറിൻ്റെ സെൻട്രൽ ബാക്ക് പൊസിഷനിൽ ഇറങ്ങിയത് ഇനീഗോ മാർട്ടിനസ് ആയിരുന്നു. FC ബാഴ്സലോണയുടെ ഡിഫൻഡറായിരുന്ന ഇനീഗോ മാർട്ടിനസിന് വളരെ അപ്രതീക്ഷിതമായൊരു നീക്കത്തിലൂടെയാണ് ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അൽ നസർ സ്വന്തമാക്കിയത്. ഇന്നലെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒഫീഷ്യൽ മത്സരം അക്കളി വിജയിച്ചതിന് ശേഷം അദ്ദേഹം ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ വിജയത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് ഒരു ടീം കോമ്പിനേഷൻ്റെ വിജയമാണ്, കമ്പൈൻഡ് ആയിട്ടുള്ളൊരു വിജയമാണ്. പ്രത്യേകിച്ച് മികച്ചൊരു ടീമിനെതിരെ കടുത്ത പോരാട്ടമാണ് നടത്തിയത്. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, അൽ നസറിലേക്ക് വന്നിരിക്കുന്നത് വെക്കേഷൻ ആഘോഷിക്കാനല്ല. ഞാൻ സൗദിയിൽ അൽ നസറിൽ സൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ചാമ്പ്യൻഷിപ്പുകൾ നേടാനാണ്, കിരീടങ്ങൾ നേടാനാണ്, വിജയിക്കാനാണ്. ആരാധകർക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ച് കളിക്കും ഞാനിവിടെ എന്നാണിപ്പോൾ ഇനീഗോ മാർട്ടിനസ് പറയുന്നത്. തീർച്ചയായിട്ടും അതൊരു ശുഭ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഐമറിക് ലാപ്പോർട്ട് അവിടം വിട്ടു പോകും, അതുറപ്പാണ്. എന്തായാലും അദ്ദേഹത്തെ ഇപ്പോൾ ഓർഗനൈസേഴ്സ് പരിഗണിക്കുന്നില്ല. ലാപ്പോർട്ട് അൽ നസറിൽ തുടരാനും താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇനീഗോ മാർട്ടിനസിനെ കൊണ്ടുവന്നു. അദ്ദേഹം സിബാക്കനുമായിട്ട് മികച്ച രൂപത്തിലൊരു കോംബോ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അൽ നസറിന് ഇത്തവണ കൂടുതൽ പ്രതീക്ഷകൾ വെക്കാവുന്നതാണ്. താരം പറയുന്നു എല്ലാവിധ കമ്മിറ്റ്മെൻറ്റുകളോട് കൂടിയും കളിക്കും, താൻ ഇവിടെ വെക്കേഷന് വേണ്ടി വന്നതല്ല എന്ന്. ഇപ്പോൾ ഇന്നലത്തെ കളിയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം നോക്കുമ്പോൾ 2 ക്ലിയറൻസുകൾ, ഒരു ഇൻ്റർസെപ്ഷൻസ് ഉണ്ടായിരുന്നു, 2 ഗ്രൗണ്ട് ഡ്യുവൽസ് അദ്ദേഹം നടത്തി. അതുപോലെ 32 ടച്ചുകൾ, 29 പാസ് കൊടുത്തതിൽ 26 കൃത്യമായി ലക്ഷ്യത്തിലേക്കെന്ന് പറയുമ്പോൾ 90% അദ്ദേഹത്തിൻ്റെ പാസിംഗ് ആക്യുറസി. 3 ലോങ് ബോളുകൾ അദ്ദേഹം കൊടുത്തിരുന്നു. ഭേദപ്പെട്ടൊരു പ്രകടനമാണ് ഇന്നലെ അദ്ദേഹം നടത്തിയത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.